എല്ലാവർക്കും വന്ദനം. എങ്ങനെ ചിന്തിക്കണം എന്നുള്ള കാര്യമാണ് ഓരോ ദിവസം രാവിലെ നമ്മൾ തുടങ്ങുന്നത്. ഫിലിപ്പി ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കാണാതെ പഠിച്ചു കാണും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും ഇന്ന് രമ്യമായതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. രമ്യമായത്, രമ്യം എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷിൽ വാട്ട്സ് ഓവർ തിങ്സ് ആർ ലവ്ലി. അപ്പോൾ രമണീയമായത് മലയാളത്തിൽ മറ്റൊരു വാക്കാണ്. അതായത് മറ്റുള്ളവരുമായിട്ട് ഈ പിണങ്ങുന്ന ആൾക്കാരുണ്ട്, മറ്റുള്ളവരോട് അടുക്കൂല, വേറൊരു പ്രകൃതമാണ്, എല്ലാവരെയും തമ്മിൽ തെറ്റിക്കും. ഒരു രമ്യതയിൽ വരാത്ത ഒരു സ്വഭാവമാണ്. എന്നാൽ യേശുവിൻ്റെ സ്വഭാവം ഇരുപക്ഷത്തെ ഒന്നാക്കിയെന്നാണ്, രമ്യതപ്പെടുത്തുക. അത് യേശുവിൻ്റെ സ്വഭാവമാണ്. എത്ര പേരുമായിട്ട് നമുക്ക് സ്നേഹബന്ധത്തിൽ പോകാൻ കഴിയും? മറ്റുള്ളവരുമായിട്ട് എത്രയും പേരെ നമുക്ക് ആ രമ്യതയിൽ കൊണ്ടുവരാൻ കഴിയും. അത് ചിന്തിക്കണം. ദൈവസന്നിധിയിലിരുന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് എൻ്റെ വീട്ടിൽ ചിലരുമായിട്ട് വഴക്കായിരിക്കാം. ഞാൻ എന്ത് ചെയ്യണം? അവരെ രണ്ടുപേരെയും കൂടി രമ്യതയിൽ കൊണ്ടുവരണം. നമുക്ക് അറിയാവുന്ന പലരും തമ്മിൽ പിണങ്ങിയിരിക്കുന്നവരുണ്ടാകും. അവരെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? രമ്യതയിൽ കൊണ്ടുവരണം. ഇത് യേശുവിൻ്റെ സ്വഭാവമാണ്. അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി. സ്വർഗത്തോട് അകന്നുപോയ മനുഷ്യനെ യേശു തൻ്റെ ക്രൂശിലൂടെ, ആ സ്നേഹത്തിൻ്റെ വലിയ യാഗത്തിലൂടെ ഒന്നാക്കി മാറ്റി. അതുകൊണ്ട് യേശുവിലൂടെ നമ്മെ കാണുന്നത് കൊണ്ടാണ് ദൈവത്തിന് നമ്മോട് സ്നേഹമുള്ളത്. യേശുവില്ലായിരുന്നെങ്കിൽ, യേശുവിൻ്റെ ക്രൂശ് യാഗമില്ലായിരുന്നെങ്കിൽ ദൈവം നമ്മെ മഹാപാപികളായിട്ട് കാണുമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ക്രൂശിലൂടെയാണ് നമുക്ക് ഒരു രമ്യതയുണ്ടായത്. ഇതുപോലെ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ ഏറ്റവും വലിയ ചിന്ത, എല്ലാവരെയും ദൈവത്തോടെ എങ്ങനെ അടുപ്പിക്കാം. ക്രൂശിൻ്റെ ശത്രുക്കളായി പലരും നടക്കുന്നു എന്ന് പൗലോസ് സങ്കടത്തോടെ പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രൂശിൻ്റെ ശത്രുക്കളായി, യേശുവിൻ്റെ യാഗത്തിൻ്റെ ആ കാൽവരി ക്രൂശിനെതിരായിട്ട് നടക്കുന്നവർ, അന്നത്തെ യഹൂദന്മാർ അങ്ങനെയായിരുന്നു, ക്രൂശിൻ്റെ ശത്രുക്കൾ. എന്നാൽ ആ കാൽവരി ക്രൂശിൻ്റെ ഫലമനുഭവിക്കുന്നവരായിട്ട് അവരെ നമുക്ക് മാറ്റിയെടുക്കണം. സുവിശേഷത്തിന് വിരോധമായി നടക്കുന്നവരുണ്ട്, ക്രൂശിൻ്റെ ശത്രുക്കൾ. അവരെ സുവിശേഷത്തിൻ്റെതാക്കി മാറ്റണം. പൗലോസിനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവ് മാറ്റിമറിച്ചത് അങ്ങനെയല്ലേ? സ്തേഫാനോസിനെ വരെയും കൊല്ലാൻ കൂട്ടുനിന്ന ഈ പൗലോസിനെ എങ്ങനെ കർത്താവ് സ്നേഹിച്ചു? അതെ, കർത്താവിന് എല്ലാവരോടും രമ്യതയുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആ കർത്താവിൻ്റെ സ്വഭാവം നമ്മൾ ചിന്തിക്കണം. എത്രയും ജനങ്ങളെ ഈ ദൈവത്തിലേക്ക്, ഈ സ്നേഹത്തിലേക്ക്, ഈ ബന്ധത്തിലേക്ക് കൊണ്ടുവരാം. പലരും സഭയിൽ വന്ന് സഭയിൽ അവർ പലരുമായിട്ട് ബന്ധം സ്ഥാപിക്കും. ഒടുവിൽ അത് അടിയും വഴക്കും വരെ എത്തിയിട്ടുണ്ട്. മനുഷ്യരുമായിട്ട് കുറെ രമ്യതയിൽ വരുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ദൈവവുമായിട്ട് എങ്ങനെ രമ്യതപ്പെടുത്താം? പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഒരാളെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ആ വ്യക്തി എങ്ങനെ ദൈവവുമായി അടുപ്പിക്കാം? അതുമാത്രമേ നിലനിൽക്കൂ. നമ്മളോട് ഒരാളെ അടുപ്പിച്ചാൽ ആ വ്യക്തി മറ്റൊരു സമയത്ത് നമുക്ക് എതിരായിട്ടും തിരിയും. എന്നാൽ നമ്മൾ ഒരു വ്യക്തിയെ ദൈവത്തോട് അടുപ്പിച്ചാൽ ജീവിതകാലം മുഴുവനും ആ വ്യക്തിക്ക് നമ്മോടൊരു കടപ്പാടുണ്ടാവും. കാരണം നമ്മൾ മുഖാന്തരമാണ് ആ വ്യക്തിക്ക് സ്വർഗം കിട്ടിയത്. നമ്മൾ മുഖാന്തരമാണ് ആ വ്യക്തിക്ക് സമാധാനവും ജീവിതവും ഉണ്ടായത്. അതുകൊണ്ട്
നമുക്ക് കൂടുതൽ നന്മയാണ്. ഒരു വ്യക്തിയെ നമ്മോട് രമ്യപ്പെടുത്തുന്നതിനേക്കാൾ ആ വ്യക്തിയെ കർത്താവുമായിട്ട് ഒന്നാക്കാൻ, കർത്താവിനോട് അടുപ്പിക്കാൻ നമ്മെ കർത്താവ് ജ്ഞാനം കൊണ്ട് നിറക്കട്ടെ. അങ്ങനൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകട്ടെ. നമുക്ക് ചേർന്ന് യേശുവിനെ ആരാധിക്കാം. പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവേ കാവൽ വേണം, പരിശുദ്ധാത്മാവേ കൂടെ വേണം, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവേ കാവൽ വേണം, പരിശുദ്ധാത്മാവേ കൂടെ വേണം, പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നോട് മിണ്ടും, എൻ കൂടെ ഇരിക്കും, എന്നോട് മിണ്ടും, എൻ കൂടെ ഇരിക്കും, നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവേ കാവൽ വേണം, പരിശുദ്ധാത്മാവേ കൂടെ വേണം, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവേ കാവൽ വേണം, പരിശുദ്ധാത്മാവേ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. യേശുവേ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കൊരു ഗിഫ്റ്റായി, ഒരു സമ്മാനമായി ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദി. അങ്ങയുടെ കാവല് കൊണ്ടാണ് ഞങ്ങൾ ഓരോ ദിവസവും ജീവിക്കുന്നത്. ഇനിയും പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ സകല സത്യത്തിലും ഞങ്ങളൊന്ന് വഴി നടത്തണമേ. യേശുവിലേക്ക് ഞങ്ങളൊന്ന് നടത്തണമേ. യേശുവിൻ്റെ പാദപീഠത്തിൽ ഞങ്ങളൊന്ന് ഇരുത്തണമേ. ആത്മാവിൽ ചിന്തിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണം. ഞങ്ങളുടെ വാക്കുകളുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവിലാകട്ടെ. ഞങ്ങളുടെ നടപ്പ് പരിശുദ്ധാത്മാവിലാകട്ടെ. ഞങ്ങളുടെ ഓരോ ചെറുതൊട്ട് വലിയ കാര്യം വരെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് ഞങ്ങൾ തരുന്നു. ഓ നല്ല സഖിയേ, എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നിൽ വസിക്കും നല്ല
സഖിയേ നല്ല തുണയേ പരിശുദ്ധാത്മാവേ നല്ല സഖിയേ നല്ല തുണയേ പരിശുദ്ധാത്മാവേ നല്ല സഖിയേ നല്ല സഖിയേ നല്ല തുണയേ പരിശുദ്ധാത്മാവേ നല്ല സഖിയേ നല്ല തുണയേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം പരിശുദ്ധാത്മാവേ കാവൽ വേണം പരിശുദ്ധാത്മാവേ കൂടെ വേണം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ 23-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ദൈവം അബ്രഹാമിനെ പരിശോധിച്ചു. അതാണ് 22-ാം അധ്യായത്തിൽ. ആ പരിശോധനകളിൽ വിശ്വാസത്താൽ അവൻ അതിനെ അതിജീവിച്ചു. ദൈവം ഒടുവിൽ പറഞ്ഞു, അബ്രഹാമേ, മകനെ തൊടരുത്, അവനെ കൊല്ലരുത്, യാഗമാക്കരുത്. നീ നിന്റെ മകനെ പോലും തരാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നമ്മളവിടെ വായിക്കുന്നു 17-ാം അധ്യായത്തിൽ, നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. അങ്ങനെ അബ്രഹാമിൻ്റെ ശേഷമുള്ള 4-5 തലമുറകളിൽ എത്തിയപ്പോഴേക്കും അത് സംഭവിച്ചു. അവർ കനാനിൽ ചെന്ന് കനാനിലുള്ള സകല രാജ്യങ്ങളെ, അവിടെയുള്ള സകല പട്ടണങ്ങളെയും ഇവർ കൈവശമാക്കി. എന്താ കാരണം? അവരുടെ മിടുക്കാണോ? അല്ല. ഒരു വല്യപ്പൻ ദൈവത്തെ കടന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് ദൈവം അവനൊരു ഉറപ്പ് കൊടുത്തു, വലിയൊരു വാഗ്ദത്തം കൊടുത്തു. നീ എനിക്ക് വേണ്ടി വിശ്വാസത്താൽ നിന്നതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടിയും നിന്റെ മക്കൾക്ക് വേണ്ടിയും നിൽക്കും. നിന്റെ ഒരു മകനെ തരാം. അതുകൊണ്ട് ഞാൻ നിനക്ക് 1000കണക്കിന് മക്കളെ തന്നിട്ട് അവർക്ക് ഞാൻ പട്ടണങ്ങളെ കൊടുക്കും. അപ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി പല തലമുറകൾക്കും പട്ടണങ്ങളെ കൊടുക്കുവാൻ പറ്റിയ രീതിയിൽ ദൈവത്തോടു കൂടെ നിൽക്കും എന്നുള്ളതിൻ്റെ തെളിവാണിത്. അങ്ങനെ നിൽക്കാൻ കഴിയും. നമ്മൾ പരമാർത്ഥമായിട്ട് ദൈവത്തെ സേവിച്ചാൽ അത് സംഭവിക്കും. റീനാഡ് ബോങ്കെ എന്ന് പറയുന്ന ദൈവദാസൻ ആഫ്രിക്ക ഭൂഖണ്ഡത്തെ മാറ്റിമറിച്ച ഒരു അഭിഷിക്തനാണ്, ജർമ്മൻകാരൻ. അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ അപ്പൻ മുതൽ കർത്താവിൻ്റെ വേലയിലായിരുന്നു. എനിക്ക് തോന്നുന്നു 4ാം തലമുറയായ ഇദ്ദേഹം 15-17 വയസ്സിനുള്ളിൽ ആഫ്രിക്കയിലെത്തി. ജർമ്മനി എന്ന രാജ്യം മാറ്റി വേണ്ടെന്ന് വെച്ചിട്ട് ആഫ്രിക്കയിലെ ആ ദുരന്ത ഭൂമിയിലേക്ക് വന്നു. വഴിയോരത്ത് നിന്ന് സുവിശേഷം പറഞ്ഞു, പാട്ടുപാടി യേശുവിനെ കുറിച്ച് പറഞ്ഞു, രാപ്പകൽ അധ്വാനിച്ചു. ആഫ്രിക്ക ഭൂഖണ്ഡത്തിൻ്റെ, രാജ്യത്തിൻ്റെ അല്ല, ആഫ്രിക്ക ഭൂഖണ്ഡത്തിൻ്റെ 60% ജനങ്ങളെ മാറ്റിമറിച്ചു. ഇന്ന് ഭൂമിയിൽ ഏറ്റവും വലിയ ചർച്ചുകളുള്ളത് ആഫ്രിക്കയിലാണ്. റീനാഡ് ബോങ്കെ ദൈവം ഉപയോഗിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. എന്താണ്? റീനാഡ് ബോങ്കയുടെ അപ്പൻ്റെ അപ്പൻ്റെ അപ്പൻ മുതൽ കർത്താവിന് വേണ്ടി നിന്നു എന്ന ഒറ്റ കാരണം. നാം ദൈവത്തിനു വേണ്ടി നിന്നു കൊടുത്താൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരാധാരം എഴുതി മാറ്റി വെക്കണ്ട, ഒന്ന് ലോക്കറിലും വെക്കണ്ട. വിശ്വാസത്താൽ ജീവിച്ച് വിശ്വാസത്താൽ മരിച്ചോ
അടുത്ത തലമുറകളിലേക്ക് ഒരു ഓവർഫ്ലോ ഉണ്ടാകും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, അബ്രഹാം അടുത്ത തലമുറയ്ക്ക് വേണ്ടി തന്നത് അവൻ്റെ കാലത്ത് അവൻ ദൈവത്തെ വിശ്വസിച്ചു. അവന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ബെസ്റ്റ് അവൻ ചെയ്തു. നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് എന്താ? നാം ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ചാൽ മതി. നമ്മെ ഓർത്ത് ദൈവം ബാക്കി കാര്യങ്ങൾ ചെയ്യും. പിന്നത്തെ അധ്യായങ്ങളിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. ഇസഹാക്കിനോട് ദൈവം പറയുന്നുണ്ട് 26 അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ദേശത്ത് ഒരു ക്ഷാമമുണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഗരാറിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബിമേലെക്കിന്റെ അടുക്കൽ പോയി. 2 യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത് എന്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക. എന്നിട്ട് താഴെ പറയുന്നുണ്ട്, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടിയിരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശം ഒക്കെയും തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അബ്രഹാം എൻ്റെ കൽപ്പന അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി ഞാൻ വർദ്ധിപ്പിക്കും. അബ്രഹാമിനെ ഓർക്കുകയാണ്. ലോത്തിനെ വിടുവിച്ചത് അബ്രഹാമിന്റെ പ്രാർത്ഥനയെ ഓർത്താണെങ്കിൽ, ഇസഹാക്കിനെ ദൈവം വർദ്ധിപ്പിക്കുന്ന ആ ദേശത്ത് ഇസഹാക്ക് വിതച്ചു അവന് 100 മേനി വിളവ് കിട്ടി. നമ്മൾ ആ അധ്യായങ്ങളിലോട്ടൊക്കെ അടുത്ത ദിവസങ്ങളിൽ വരും. ഇസഹാക്കിനെ അവന്റെ തലമുറകളെ അനുഗ്രഹിച്ചത് അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങൾ. അബ്രഹാമിനോട് ദൈവത്തിന് നിയമമുണ്ട്, ഉടമ്പടി ചെയ്തു. ദൈവം അബ്രഹാമായിട്ട് ഒരു ഭയങ്കര എഗ്രിമെന്റ് ഉണ്ട്. എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്, നിന്റെ തലമുറയായിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്നെ അനുസരിച്ച് എൻ്റെ വഴിയിൽ നടക്കുന്നവൻ്റെ 1000 തലമുറയെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് ദൈവം നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. അത് അബ്രഹാമിനോടും പറഞ്ഞു. പിന്നീട് ഇപ്പോഴിതാ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലും പറയുന്നുണ്ട്, എൻ്റെ വഴിയിൽ എൻ്റെ കൽപ്പന അനുസരിച്ച് 1000 തലമുറ വഴിയിൽ നടന്നാൽ മതി. അബ്രഹാം ദൈവത്തെ പ്രസാദിപ്പിച്ചവൻ്റെ വഴിയിൽ നടന്നു. 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ഇസഹാക്കിനെ പ്രായമായി, എന്നാലും കല്യാണവും നടന്നില്ല. സാറ 23-1 സാറയ്ക്ക് 127 വയസ്സ് ആയിരുന്നു. എന്തൊരു പ്രായമല്ലേ ഈ അമ്മച്ചി! ഈ അപ്പച്ചൻ്റെ ഒപ്പം വിശ്വസ്തയോടെ നടന്നതുകൊണ്ട് കൊളസ്ട്രോളും ഇല്ല, ഷുഗറും ഇല്ല. നന്നായിട്ട് നടന്നു, കുന്നും മലയും കയറി ഇറങ്ങി. അമ്മച്ചി ഇങ്ങനെ നടന്ന് ആരോഗ്യം കുറയുന്നില്ല, സൗന്ദര്യം കുറയുന്നില്ല. 127 വയസ്സായപ്പോൾ അമ്മച്ചി സ്റ്റാൻഡ് വിട്ടു പോയി. അങ്ങനെ സാറ കിര്യത്ത് അർബയിൽ വെച്ച് മരിച്ചു. ഇപ്പോൾ അബ്രഹാമിന് ഈ ദേശത്ത്, ഈ ദൈവം പറഞ്ഞ ഈ കനാനിൽ വന്ന് പാർക്കുകയാണ്. ആ ദേശത്ത് അബ്രഹാമിന് ഒരടി ഭൂമി പോലും ഇല്ല. എന്നാൽ അബ്രഹാം ആ ദേശത്തുള്ള ജനത്തോട് പറഞ്ഞു, എൻ്റെ ഭാര്യ അടക്കാൻ ഒരു സ്ഥലം എനിക്ക് തരണം. എനിക്കൊരു സിമിത്തേരി ഇല്ല, ഭാര്യ അടക്കാൻ ഒരു സ്ഥലമില്ല. ആ ദേശക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട് 5-ാമത്തെ വാക്യത്തിൽ. ഹിത്യർ അബ്രഹാമിനോട്, യജമാനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു. ഞങ്ങളുടെ ശ്മശാനങ്ങളിൽ വെച്ച് വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക. മരിച്ചവളെ അടക്കുവാൻ ഞങ്ങളിൽ ആരും ശ്മശാന സ്ഥലം നിനക്ക് തരാതിരിക്കില്ല എന്നുത്തരം പറഞ്ഞു. നോക്കണേ, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രഭു. ഈ അബ്രഹാമിൻ്റെ കുഞ്ഞാണ്, കൊച്ചുമകനാണ് യാക്കോബ്. യാക്കോബ് ദൈവത്തോട് മല്ല് പിടിച്ച് യാബോക്ക് കടവിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം യാക്കോബിനോട് പറയുന്നുണ്ട്, ഇന്ന് മുതൽ നീ ഇസ്രായേലാണ്. ആ വാക്കിന്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ പ്രഭു. നീ എവിടെയെങ്കിലും പാർത്താൽ നീ അവിടുത്തെ പ്രഭുവായിരിക്കും. ഒരു രാജകീയ പദവിയാണ് പ്രഭു എന്ന് പറഞ്ഞാൽ. ഒരു പ്രഭുകുമാരനായി ജീവിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? ഒരു റോയൽ ഫാമിലി.
നീ ദൈവത്തിൻ്റെ പ്രഭു, ഞങ്ങളുടെ ഇടയിൽ നീ ദൈവത്തിൻ്റെ ആളാ, ദൈവത്തിൻ്റെ പ്രഭുവാണ്. ദൈവം നിന്നെ ഈ ദേശത്ത് പോലും പ്രഭുവാക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ദേശമാണിത്. എന്നാൽ നീ വന്നു പാർക്കുന്നവനാണ്. എന്നാൽ ഈ വന്നു പാർക്കുന്നിടത്തും നിന്നോളം ഞങ്ങളില്ല. നീ വന്നതിന് ശേഷം ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. നീ എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്. നമുക്കറിയാം, മമ്രയുടെ തോപ്പിൽ ഒരിക്കൽ അബ്രഹാം പോയി പാർത്ത സമയം ആ മമ്രയ്ക്കും ഒന്ന് രണ്ട് പേരും കൂടിയുണ്ട്, ഗരാർ, അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേര്. അവർക്കെല്ലാവർക്കും അബ്രഹാം ഒരു അനുഗ്രഹമായി. ഒരു യുദ്ധത്തിന് പോയപ്പോൾ, യുദ്ധം കഴിഞ്ഞ് കൊള്ളയുമായിട്ട് വന്നപ്പോൾ അബ്രഹാം കൊള്ള മുതലുകളെല്ലാം ഇവർക്ക് കൊടുത്തു. അബ്രഹാം എവിടെ പോയി പാർക്കുന്നു? ആ നാട്ടുകാർക്കും ദേശക്കാർക്കും, അവൻ്റെ വീട്ടുകാർക്ക് മാത്രമല്ല, ദേശത്തിന് തന്നെ അബ്രഹാം ഒരു അനുഗ്രഹമാണ്. അബ്രഹാം എവിടെയെങ്കിലും ചെന്ന് പാർത്താൽ അവിടെ ആവശ്യത്തിന് മഴയുണ്ടാകും, പ്രകൃതി തന്നെ ദൈവം അനുകൂലമാക്കും, ആ ദേശത്തൊരു സമൃദ്ധി ഉണ്ടാകും. ഇതാണ് ഒരു ദൈവ പൈതൽ. എവിടെ പോയി പാർത്താലും ദൈവത്തിൻ്റെ പ്രഭുവായിട്ടൊന്ന് പാർക്കാൻ. നമ്മൾ വന്ന് താമസിക്കുന്നവരാണോ, ആ ദേശത്ത് എല്ലാവർക്കും ഒരു ബ്ലെസ്സിങ് ആയി മാറും. ആ ചുറ്റുവട്ടത്തുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആ ദേശത്തുള്ള എല്ലാവർക്കും ഒരു അനുഗ്രഹമാകാൻ. നമ്മൾ ആ ദേശത്ത് വന്ന് പാർത്തത് കൊണ്ട് ആ കുടുംബങ്ങളെല്ലാം അഭിവൃദ്ധിപ്പെടണം. ഇപ്പോൾ ആ ദേശക്കാർ പറയുകയാണ്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാണ്, അതുകൊണ്ട് ശ്മശാനമെല്ലാം ഫ്രീ ആണ്. അബ്രഹാം പറഞ്ഞു, അതൊന്നും പോരാ, ആ മക്പേല ഗുഹ എനിക്ക് തരണം. അതിൻ്റെ ഉടമസ്ഥനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഫ്രീ ആയിട്ട് എടുത്തോ, അതിനകത്തുള്ള മുഴുവനും ഫ്രീ ആയിട്ട് എടുത്തു. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, അത് ഫ്രീ ആയിട്ട് എടുത്തു. അബ്രഹാം പറഞ്ഞു, ഇല്ല, ഞാൻ പൈസ ഇല്ലാതെ വാങ്ങത്തില്ല. അങ്ങനെ 400 ശേക്കൽ വെള്ളിക്ക് അവൻ അത് 400 വെള്ളി അവന് തൂക്കി കൊടുത്തു. അതിനുശേഷം മക്പേല ഗുഹ അബ്രഹാമിൻ്റെതായി മാറി. അവിടെ സാറയെ അടക്കി. പിന്നത്തേതിൽ അബ്രഹാമിനെ അവിടെയാണ് അടക്കിയത്. പിന്നത്തേതിൽ ലേയെ അവിടെ അടക്കിയെന്ന് പറയുന്നു. നോക്കണേ, അത് അവരുടെ കുടുംബ കല്ലറയായിട്ട് മാറി. അബ്രഹാം പാർത്ത ദേശത്ത്, അബ്രഹാം ആ ദേശത്ത് അവനൊന്നുമില്ലായിരുന്നു. എന്നാൽ അവൻ ആദ്യമായിട്ട് അവിടെ വാങ്ങിയത് ഒരു ശ്മശാന ഭൂമിയാണ്. പിന്നത്തേതിൽ ആ ദേശം മുഴുവൻ, ആ രാജ്യം മുഴുവനും അവൻ്റേതായി മാറി. അപ്പോൾ അവനൊരു അഡ്വാൻസ് കൊടുത്തതാണ്. നിങ്ങളുടെ ഒന്നും എനിക്ക് വെറുതെ വേണ്ട, ഞാൻ വില കൊടുത്തേ എല്ലാം വാങ്ങും. വില മുടക്കി. അതായത് എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട, എൻ്റെ ദൈവം എന്നെ അതിസമ്പന്നനാക്കി. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രഭുവാണ്. എനിക്ക് നിങ്ങളുടെ ആരുടെ, ഈ ദേശക്കാരുടെ ഒരാളുടെ ഔദാര്യം വേണ്ട. ഇന്ന് പലരും മറ്റുള്ളവരുടെ ഔദാര്യങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു വ്യക്തിയുടെ ഔദാര്യത്തിൽ ജീവിക്കരുത്, സ്വന്തം കാലിൽ നിൽക്കണം. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന് യേശു നമ്മളെ പഠിപ്പിച്ചു. പൗലോസ് അത് എടുത്തു പറയുന്നു. അപ്പോൾ എവിടെ ചെന്നാലും മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ഒരിക്കലും ജീവിക്കരുത്. ചില സീസണിൽ അങ്ങനെ പോകേണ്ടി വരും, വീട്ടുകാരുടെ ഔദാര്യത്തിൽ പോകണം. എന്നാൽ എന്നും വീട്ടുകാരുടെ ഔദാര്യത്തിൽ ജീവിക്കരുത്. മറ്റുള്ളവർക്ക് അങ്ങോട്ട് ചിലവാക്കുന്ന നിലയിലുള്ള ഉയർന്ന ഒരു തലം ദൈവം നമുക്ക് തുറന്നു തരും. എവിടെ പോയി പാർത്താൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം നമ്മെ ദൈവം പ്രഭുവാക്കി വെക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കൾ പാർക്കുന്ന ദേശത്ത് ദേശക്കാര് സാക്ഷ്യം പറയട്ടെ, നീ ഞങ്ങളുടെ ഇടയിൽ ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്. നീ ഇവിടെ വന്ന് പാർക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെട്ടു. ഞങ്ങളുടെ നാട്ടിൽ ഒരു സമൃദ്ധിയുണ്ട്. നീ വന്നതിന് ശേഷം ഈ ദേശത്തൊരു സ്വസ്ഥതയുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ ഈ മക്കളുടെ വീട് അവരുടെ 4 അയൽവക്കങ്ങളിലും മാന്യതയുള്ള, സമൃദ്ധിയുള്ള
ഒരു പ്രഭുവായി ഉയർന്നു നിൽക്കട്ടെ. അവരുടെ വീട് ഉയർന്നു വരട്ടെ. സകലത്തിലെ ഒരു സുഖവും ശുഭവുമാകട്ടെ. ആ ദേശത്ത് ഏറ്റവും മൂല്യമുള്ള ഒരു വ്യക്തിയായി, കുടുംബമായി ഈ കുടുംബങ്ങൾ തീരട്ടെ. ഇവരുടെ സ്ഥാപനങ്ങൾ എവിടെയെങ്കിലും വന്നാൽ അതെല്ലാം വർദ്ധിച്ചു വരട്ടെ. ഇവരുടെ മക്കൾ എവിടെയെങ്കിലും പോയി പാർത്താൽ ആ ദേശത്തിന്, ആ രാജ്യത്തിന് ഒരു അനുഗ്രഹമാകട്ടെ. കർത്താവിൻ്റെ കരം ചലിക്കണം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ അവകാശമാണ്. അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളാണ്. ഇത് നമുക്കുമുള്ളതാണ്. കർത്താവ് അത് നൽകി തരും. ഇന്ന് വൈകിട്ട് 7 മണിക്ക് നമുക്കൊരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ സൂമിൽ കടന്നു വരണം. നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കാം. അതുകൂടാതെ ഓൺലൈനിൽ മീഡിയയിലൂടെ പിന്നത്തേതിൽ നിങ്ങൾക്ക് ഈ വീഡിയോകൾ കാണാൻ കഴിയും. മാത്രമല്ല, ജീസസ് എവരിഡേ എന്ന ഈ മീഡിയ പ്രോഗ്രാം എല്ലാ ദിവസവും രാവിലെ 6 മണി തൊട്ടുള്ള ഈ അരമണിക്കൂർ പ്രോഗ്രാം രാവിലെ പലർക്കും കാണാൻ കഴിയുന്നില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിരിക്കണം. മാത്രമല്ല, നിങ്ങളുടെ ഉപദേശങ്ങൾ ഞങ്ങളെ അറിയിക്കണം, നിർദ്ദേശങ്ങൾ പറയണം, സാമ്പത്തികമായ കൈത്താങ്ങൽ ഞങ്ങൾക്ക് വേണം. നിങ്ങളുടെ പ്രോത്സാഹനമില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകില്ല. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. നമുക്ക് ഒരുമിച്ച് നിന്ന് ദൈവരാജ്യം പണിയാം. പ്രൈസ് ജനറേഷൻ എന്ന ഈ കൂട്ടായ്മയുടെ ഒരു കൂട്ടായ്മ എല്ലാ നിലയിലും നിങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.